ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിധി ചേർത്ത് എൻ്റെ ഹൃദയങ്ങൾ പാർട്ട് 8. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കഥ. അങ്ങനെ ലണ്ടനിൽ എത്തിയിട്ട് 2 മാസത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ സ്ഥലവും പുതിയ ജീവിതവും ദേവിക പതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് അർജുൻ അവൾക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കും. ദേവു, ഇന്ന് പുറത്തേക്ക് പോകണ്ടേ? എവിടേക്ക്? ലണ്ടൻ മുഴുവനും കാണിച്ചു തരാം. ദേവിക സന്തോഷത്തോടെ തലകുലുക്കി. അന്ന് മുഴുവൻ അവർ ലണ്ടനിലെ മനോഹരമായ സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി. ഓരോ സ്ഥലത്തും അർജുൻ ദേവികയുടെ ഫോട്ടോകൾ എടുത്തു. ഇത്ര ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? അർജുൻ ചിരിച്ചു. വയസ്സാകുമ്പോൾ ഇരുന്ന് കാണാൻ. ദേവിക നാണത്തോടെ ചിരിച്ചു. വൈകുന്നേരം തേംസ് നദിക്കരയിൽ ഇരുവരും നടന്നു. തണുത്ത കാറ്റ് വീശിയപ്പോൾ ദേവിക അറിയാതെ അർജുൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. തണുക്കുന്നോ? കുറച്ച്. അർജുൻ തൻ്റെ കോട്ട് അഴിച്ച് അവളുടെ തോളിൽ ഇട്ടുകൊടുത്തു. ഇനി തണുക്കില്ല. ദേവിക അവനൊന്ന് നോക്കി. എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്തിനാണ്? എൻ്റെ ഭാര്യയെ നോക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? അവൾ നാണം കൊണ്ട് ചിരിച്ചു. അർജുൻ അവളുടെ നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ പതുക്കെ ഒതുക്കി. ദേവു, നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ ദിവസം എപ്പോഴാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസവും ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നു. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അർജുൻ, എനിക്കും. അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. കുറച്ചുനേരം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. ആ നിശബ്ദത പോലും അവരുടെ പ്രണയം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ദേവു, നാളെ എനിക്ക് അവധിയാണ്. അതിന്? നാളെ മുഴുവൻ നീ പറയുന്നത് പോലെ ജീവിക്കും. ദേവിക കുസൃതിയോട് ചിരിച്ചു. അപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രി ഡിന്നർ വരെ എല്ലാം നീ തന്നെ ഉണ്ടാക്കണം. അർജുൻ ഞെട്ടിയെ പോലെ അഭിനയിച്ചു. അയ്യോ, ഇതാണോ നിന്റെ പ്ലാൻ? ദേവിക പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി കണ്ട അർജുൻ മനസ്സിൽ പറഞ്ഞു, ഈ ചിരി മായാതിരിക്കാൻ ഞാൻ ജീവിതം മുഴുവൻ ശ്രമിക്കും. ആ രാത്രി ഇരുവരും കൈകോർത്ത് വീട്ടിലേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ അർജുൻ എഴുന്നേൽക്ക്. ദേവികയുടെ ശബ്ദം കേട്ടാണ് അർജുൻ കണ്ണു തുറന്നത്. ഇത്ര നേരത്തെയോ? ഇന്നലെ ആരോ ഒരു വാഗ്ദാനം ചെയ്തില്ലേ, ഇന്ന് മുഴുവൻ എൻ്റെ ഇഷ്ടം പോലെ നടക്കുമെന്ന്? അർജുൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ശരി മാഡം, ഇന്ന് ഞാൻ നിങ്ങളുടെ അസിസ്റ്റൻ്റാണ്. ദേവിക പൊട്ടിച്ചിരിച്ചു. അടുക്കളയിൽ കയറിയ അർജുൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങി. പക്ഷേ 5 മിനിറ്റിനുള്ളിൽ തന്നെ അടുക്കള മുഴുവൻ അലങ്കോലവുമായി. ദേവിക അത് കണ്ട് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അർജുൻ, ഇതാണോ പാചകം? ആദ്യമായല്ലേ, കുറച്ച് സമയം തരൂ. അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. വാ, ഞാൻ പഠിപ്പിക്കാം. ദേവിക പിന്നിൽ നിന്ന് അവൻ്റെ കൈ പിടിച്ച് ചപ്പാത്തി പരത്താൻ പഠിപ്പിച്ചു. അർജുൻ ഇടയ്ക്ക് അവളെ നോക്കിക്കൊണ്ടിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിന്നെ കാണുമ്പോൾ എനിക്ക് വേറെ ഒന്നും കാണാൻ തോന്നുന്നില്ല. ദേവിയുടെ കവിളുകൾ ചുവന്നു. ഇങ്ങനെ പറഞ്ഞാൽ ജോലി തീരില്ല. ജോലി പിന്നെയാകാം, നീയാണ് ആദ്യം. രണ്ടുപേരും ചിരിച്ചു. വൈകുന്നേരം അവർ വീടിൻ്റെ ബാൽക്കണിയിലിരുന്ന് ചൂട് ചായ കുടിക്കുകയായിരുന്നു. മഴത്തുള്ളികൾ പതിയെ ജനലിൽ വീണു. ദേവിക കൈനീട്ടി മഴത്തുള്ളികൾ തൊട്ടു. അർജുൻ, ഇവിടെ മഴയ്ക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതെ, പക്ഷേ നിന്നോടൊപ്പം കാണുന്നത് കൊണ്ടാണ് അത് ഇത്ര മനോഹരമാകുന്നത്. ദേവിക അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ എന്നും സന്തോഷമായിരിക്കില്ലേ? അർജുൻ അവളുടെ കൈ മുറുകെ പിടിച്ചു. സന്തോഷം മാത്രമല്ല, എന്തു പ്രശ്നം വന്നാലും ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും. ദേവിക അവനെ നോക്കി പുഞ്ചിരിച്ചു. എനിക്കത്ര മതി. ആ നിമിഷം അർജുൻ പോക്കറ്റിൽ നിന്നൊരു ചെറിയ ബോക്സ് പുറത്തേക്കെടുത്തു. ദേവു, ഇത് നിനക്കുള്ളതാണ്. ദേവിക പതുക്കെ അത് തുറന്നു. അതിനുള്ളിൽ മനോഹരമായ ഒരു ഹൃദയ ആകൃതിയിലുള്ള പെൻഡന്റ്. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇത് എനിക്കാണോ? അതെ, എൻ്റെ ഹൃദയം എപ്പോഴും നിൻ്റെ കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ. ദേവിക സന്തോഷത്തോടെ അർജുനെ ചേർത്ത് പിടിച്ചു. പക്ഷേ അവർ അറിയാതെ അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരു സന്തോഷ വാർത്ത എത്താൻ ഇനി അധിക ദിവസമില്ലായിരുന്നു. തുടരും പാർട്ട് 9. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.